ഇൻഡിഗോയ്ക്ക് നേരിയ ആശ്വാസം. അവധി മാനദണ്ഡത്തിൽ ഇളവ് നൽകി DGCA. വാരാന്ത്യ വിശ്രമത്തിന് പകരം അവധി ഉപയോഗിക്കുന്നത് നിരോധിച്ച ഉത്തരവാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരുന്നത്. യാത്രക്കാർ വലയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊക്കെ ഡൽഹിയും ചെന്നൈയും മുംബൈയും ഒക്കെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുന്നതും വൈകി സർവീസ് നടത്തേണ്ടി വരുന്നതുമായ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ തീരുമാനത്തിലൂടെ, ഈ അവധി മാനദണ്ഡത്തിൽ ഇളവ് നൽകുന്നതിലൂടെ നേരിയൊരാശ്വാസമെങ്കിലും ആ പ്രതിസന്ധിക്കുണ്ടാകുമെന്ന് കണക്ക് കൂട്ടേണ്ടത് ബൽറാം. റിജിത്ത്, ഈ ഇൻഡിഗോ കമ്പനി നേരിടുന്ന പ്രതിസന്ധിയിൽ ചെറിയ ഒരു ആശ്വാസം ഈ തീരുമാനത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ജനുവരി 20-നാണ് ഈ അവധി മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കർശനമായ ഒരു നിർദ്ദേശം DGCA വിവിധ വിമാന കമ്പനികൾക്ക് നൽകിയത്. അത് രാജ്യത്തുണ്ടായ വിവിധ വിമാനാപകടങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഈ വിമാന ജീവനക്കാർക്ക് അവരുടെ വീക്കിലി അവധി അത് പിന്നീട് ലീവ് എടുക്കാതിരുന്നാൽ പിന്നീട് അത് ലീവാക്കി മാറ്റാൻ കഴിയുന്ന അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അവർ കൃത്യമായി തന്നെ അവധി എടുക്കണമെന്നുള്ള മാനദണ്ഡം കർശനമായി നടപ്പാക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു നിർദ്ദേശമാണ് താൽക്കാലികമായി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് DGCA. ഇത് ഇൻഡിഗോയുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇൻഡിഗോ കഴിഞ്ഞ ദിവസം കേന്ദ്ര വ്യോമയാന മന്ത്രിയെ കണ്ട ഘട്ടത്തിലും DGCAയോടും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. അത് പരിഗണിച്ചിരിക്കുകയാണ്. ഈ ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണത്തോടൊപ്പം തന്നെ ചില സാങ്കേതിക പിഴവുകളുമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമായത് എന്നാണ് കമ്പനി അറിയിക്കുന്നത്. എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോഴും രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ തുടരുകയാണ്. ഡൽഹിയിൽ ഇന്ന് അർദ്ധരാത്രി വരെയുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇൻഡിഗോ അല്പസമയം മുമ്പ് ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയ ദിനമാകും ഇന്ന് എന്നുള്ളതാണ്. കൂടാതെ വിമാനത്താവളങ്ങളിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ചില റദ്ദാക്കലുകൾ നടത്തിയിരിക്കുന്നത് എന്നുമാണ് ഇൻഡിഗോയുടെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.